ഹലോ വിസ്മി ശ്രീലത ജയചന്ദ്രൻ. ഇന്ന് പൊങ്കാല വിശേഷങ്ങളാണ്. ഇന്ന് പൊങ്കാലയാണ്. രാവിലെ പൊങ്കാലയൊക്കെ ഇട്ടു, അത് അടച്ചു വെച്ചു. 10:45 ഉള്ളൂ. പക്ഷേ ഞാൻ ഒരു കാലത്തിൽ പായസം മാത്രമേ വയ്ക്കുന്നുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ രാവിലെ നമ്മൾ ആഹാരമൊന്നും കഴിക്കാതെയാണ് ഇത് ഇടുന്നത്. പിന്നെ എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് ഓട്സ് കഴിച്ചു. ഗുളികയൊക്കെ ഇപ്പോഴാണ് കഴിച്ചത്. ഇനി പൊങ്കാലയൊക്കെ അടച്ചു വെച്ചിട്ട് ഇഡ്ഡലി കഴിക്കാൻ പോകും. ഇഡ്ഡലി സാമ്പാറുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ വീട്ടിൽ തന്നെയാണ് ഇട്ടത്, കാരണം പോകാനുള്ള ഒരു സാഹചര്യമൊന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം മണി 10:45 ആയിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ വിശപ്പ് അങ്ങനെ പറയത്തക്ക വിശപ്പൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗുളിക നേരത്തെ കഴിച്ചില്ല, ഇപ്പോഴാണ് കഴിച്ചത്. കാരണം പലപ്പം ഗുളിക ഷുഗറിൻ്റെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴാണ് കഴിച്ചത്. പിന്നെ ഇഡ്ഡലി സാമ്പാറാണ്, കണ്ടോ അല്ല, കഴിക്കട്ടെ. നല്ല ടേസ്റ്റാണ്. എത്ര പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം പറ്റുന്ന രീതിയിൽ, എല്ലാവർക്കും എല്ലാം പറ്റില്ല, എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ വ്രതമൊക്കെ എടുത്ത് പൊങ്കാല ഇടാറുണ്ട്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഒരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്, ഒരു ആഘോഷമാണ്. നമ്മൾ ശരിയായിട്ട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് ഓണത്തിനേക്കാളും ഒക്കെ കൂടുതൽ ആഘോഷിക്കുന്നത് ഈ പൊങ്കാല തന്നെയാണ്. പ്രത്യേകിച്ച് ആ ഏരിയയിലുള്ളവർ. ഞങ്ങളെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ അവിടെ ഉള്ളവരായിരുന്നു. ആ ഏരിയയിലാണ് താമസിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് മാറിയത്. അപ്പം അത് ഭയങ്കര ഒരു ആഘോഷം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ആ ഏരിയ താമസിക്കണം, അപ്പോഴാണ് അതിൻ്റെ ത്രില്ലൊക്കെ അറിയുന്നത്. ഇത്രയും ഒരു ഉത്സവമേളം എന്ന് പറയുന്നത് വേറെ പലയിടത്തും ഉണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഈ ആറ്റുകാൽ തന്നെയാണ്. എനിക്കൊരു 7 വയസ്സൊക്കെ ഉള്ള സമയത്ത് ട്രിവാൻഡ്രത്ത് വന്നതാണ്. അന്ന് ഇത്രയൊന്നുമില്ല. അമ്പലത്തിൻ്റെ ചുറ്റുപാട് പോലും ഇങ്ങനെയല്ല, ഇത്രയൊന്നുമില്ല. ഏരിയ ഇത്രയില്ല. ആ ഒരു അമ്പലവും അതിന് ചുറ്റുമുള്ള കുറച്ച് സ്ഥലവും അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അത് ഡെവലപ്പ് ചെയ്ത് ഇത്രയായി. അപ്പോൾ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഷോർട്സിൽ നിൽക്കില്ല, അത് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് പാർട്ട് 2 എന്നും പറഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇന്ന് തന്നെ ഇടും. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണണേ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.